ഇനിമി കാണുന്ന കൂട്ടുകാരിൽ ഡ്രാഗൺ ബോൾ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ ഗോക്കു എന്ന ക്യാരക്ടറിനെ കുറിച്ച് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും. ആരാണ് ഗോക്കു? ഗോക്കു എന്ന ക്യാരക്ടർ എന്തിന് എർത്തിൽ വന്നു? ഡ്രാഗൺ ബോൾസിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഈ ഡ്രാഗൺ ബോൾ സീരീസ് കാണേണ്ടത്? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം. ആരാണ് ഗോക്കു എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അക്കിര ടോറിയമയെ കുറിച്ച് അറിയണം. ഡ്രാഗൺ ബോൾ സീരീസിന്റെ ക്രിയേറ്റർ ആണ് അക്കിര ടോറിയമ. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് അക്കിര ടോറിയമ നമ്മളെ വിട്ടുപോയത്. നമുക്ക് ചൈനീസ് നോവലിലൊക്കെ എടുത്തു നോക്കിയാൽ അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മങ്കി കിങ്. ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഗെയിം ടീസറിലും ജാക്കി ചാൻ പോലുള്ള കാർട്ടൂണുകളിലും അതുപോലെ ഫ്രീ ഫയറിലെ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു നോക്കിയാലും അതിൽ നമുക്ക് ഈ ഒരു മങ്കി കിങ്ങിനെ കാണാൻ സാധിക്കും. ഈ ഒരു മങ്കി കിങ്ങിനെ ഇൻസ്പയർ ചെയ്തും കൂടാതെ ജാക്കി ചാൻ, ബ്രൂസ്ലി പോലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഇൻസ്പയർ ചെയ്തുമാണ് നമുക്ക് ഈ ഒരു ഗോക്കു എന്നുള്ള ക്യാരക്ടറിനെ അക്കിര ടോറിയമ ക്രിയേറ്റ് ചെയ്തത്. അടുത്തത്, ഗോക്കു എന്തിന് എർത്തിൽ വന്നു? ഡ്രാഗൺ ബോളിന്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. എർത്ത് പോലെയുള്ള മറ്റൊരു പ്ലാനറ്റ് ആണ് പ്ലാനറ്റ് വെജീറ്റ. ഈ ഒരു പ്ലാനറ്റിൽ നമ്മുടെ ഹ്യൂമൻസിനെ പോലെ മറ്റൊരു വിഭാഗം ആൾക്കാരാണ് സെയ്യൻസ്. ഈ പറയുന്ന സെയ്യൻസിനെ ഹ്യൂമൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാടധികം ശക്തിയും അഹങ്കാരവും ഒക്കെ നിറഞ്ഞ ആൾക്കാരാണ്. കൂടാതെ സെയ്യൻസിന് അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി മറ്റൊരു പ്ലാനറ്റിൽ പോയി അവിടെ മുഴുവനായും ഡിസ്ട്രോയ് ചെയ്ത് അവരുടെ ശക്തി കാണിക്കലാണ് ഇവരുടെ ഒരു ഹോബി വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഈ പ്ലാനറ്റിലുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ കേക്കറോട്ട് അഥവാ ഗോക്കു. അങ്ങനെ ഈ ഗോക്കുവിനെ ചെറുപ്പത്തിൽ തന്നെ എർത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി എർത്തിലേക്ക് സെൻഡ് ചെയ്യും. അങ്ങനെ ഗോക്കു എർത്തിലെത്തുകയും പിന്നീട് ഗോക്കു ചെറിയ കുട്ടിയായത് കൊണ്ട് തന്നെ കാട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഗോക്കുവിനെ ഗോവൺ എന്നൊരു അപ്പൂപ്പൻ കാണുകയും അവനെ എടുത്തു വളർത്തുകയും ചെയ്യും. എന്നാൽ തുടക്കത്തിൽ ഗോക്കു ഒരു സെയ്യനായത് കൊണ്ട് തന്നെ അഹങ്കാരവും ദേഷ്യവും ഒക്കെ നിറഞ്ഞ ഒരു കുട്ടിയായിട്ടാണ് ഗോക്കു വളരുന്നത്. പിന്നീട് ഗോക്കുവിന് തലയ്ക്കൊരു ഇഞ്ചുറി വരികയും തുടർന്ന് തന്റെ മിഷനെ കുറിച്ചും താൻ എന്തിനാണ് എർത്തിൽ വന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം ഗോവോൺ അപ്പൂപ്പനെ വലിയൊരു മോൺസ്റ്റർ കൊല്ലുന്നു. പിന്നീട് ഗോക്കു കാട്ടിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഗോക്കുവിന് ആകെ ഇനി സ്വന്തമായിട്ടുള്ളത് ഗോവോൺ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ഡ്രാഗൺ ബോൾ മാത്രമാണ്. അങ്ങനെയാണ് ഇവിടെ ബുൾമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ കടന്നു വരുന്നത്. ബുൾമ ഗോക്കുവിന്റെ അടുത്ത് എത്തുകയും എനിക്ക് ഡ്രാഗൺ ബോൾ വേണമെന്നും പറയുന്നു. ഗോക്കു പറയും, ഇതെന്റെ ഗ്രാൻഡ് പേ ആണ്, എനിക്ക് തരാൻ കഴിയില്ല. അപ്പോഴാണ് ബുൾമ കാര്യങ്ങളൊക്കെ ഗോക്കുവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഡ്രാഗൺ ബോൾസ് ആണ്, ഇതുപോലുള്ള 7 ഡ്രാഗൺ ബോൾസ് കളക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആഗ്രഹം സാധിച്ചു തരും. പിന്നീട് ഈ ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കുന്ന ഒരു ജേർണിയാണ് ഈ ഒരു സീരീസിന്റെ തുടക്കം എന്നത്. പിന്നീട് ഈ ഒരു ഒറിജിൻ സ്റ്റോറിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഗോക്കു എന്ന ക്യാരക്ടറിനെ എർത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാണ് എർത്തിലേക്ക് സെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് പകരമായിട്ട് ഫ്രീസ എന്നൊരു വില്ലൻ ആ ഒരു വെജീറ്റ എന്ന പ്ലാനറ്റിനെ മുഴുവനായും ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഗോക്കുവിനെ രക്ഷിക്കാൻ വേണ്ടി ഗോക്കുവിന്റെ പാരന്റ്സ് ഭൂമിയിലേക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് ചെറിയ രീതിയിൽ ഈ ഒരു ഒറിജിൻ മാറ്റിയിട്ടുണ്ട്. ഒരു കണക്കിന് സൂപ്പർമാന്റെ ഒറിജിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ലാസ്റ്റ് ഡ്രാഗൺ ബോൾ എങ്ങനെയാണ് കാണേണ്ടത്? ഡ്രാഗൺ ബോൾസിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഡ്രാഗൺ ബോൾ ക്ലാസിക്, ഡ്രാഗൺ ബോൾ സി അല്ലെങ്കിൽ സീക്കായ്, ഡ്രാഗൺ ബോൾ സൂപ്പർ. ഇതിൽ നിങ്ങൾ ആദ്യം കാണേണ്ടതാണ് ഡ്രാഗൺ ബോൾ ക്ലാസിക്. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒറിജിനും ഒക്കെ ഉള്ളത്. ഇത് ഏകദേശം ഒരു 153 എപ്പിസോഡെങ്കിലും വരും. അടുത്തത് ഡ്രാഗൺ ബോൾ സി അല്ലെങ്കിൽ സീക്കായ്. സിയും സീക്കായും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ സീക്കായ് ആണ് കുറച്ചും കൂടി ബെറ്റർ ആനിമേഷനും അതുപോലെ തന്നെ ഫില്ലർ എപ്പിസോഡ്സ് ഒക്കെ കുറച്ചിട്ടാണ് ഈ ഒരു സീക്കായ് ഉള്ളത്. സീക്കായ് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഒരു 167 എപ്പിസോഡോളം ഇത് വരും. അതിനുശേഷമാണ് അവസാനം ഡ്രാഗൺ ബോൾ സൂപ്പർ. ലാസ്റ്റ് ആണ് ഡ്രാഗൺ ബോൾ സൂപ്പർ. ഡ്രാഗൺ ബോൾ സൂപ്പർ ഏകദേശം ഒരു 250+ അതിന് മുകളിലോളം എപ്പിസോഡ്സ് ഉണ്ടാകും. അങ്ങനെ ഡ്രാഗൺ ബോൾ സൂപ്പർ ഏകദേശം കഴിഞ്ഞ ഉടൻ തന്നെ ഡ്രാഗൺ ബോൾ സൂപ്പർ ബ്രോലി എന്ന മൂവിയും ഡ്രാഗൺ ബോൾ സൂപ്പർ ഹീറോ എന്ന ബീസ്റ്റ് ഗോക്കോന്റെ മൂവിയും നിങ്ങൾക്ക് കാണാവുന്നത്. ഇത്ര മാത്രമാണ് നമുക്ക് കാനോൺ ആയിട്ടുള്ളത്. നോൺ കാനോൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രാഗൺ ബോൾ സി കഴിഞ്ഞ ഉടൻ തന്നെ ഡ്രാഗൺ ബോൾ GT എന്നൊരു സീരീസ് ഉണ്ട്. ആ ഒരു സീരീസ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം അതിന്റെ ആനിമേഷനൊക്കെ കുറച്ച് ശോകമാണ്. പക്ഷേ അതിൽ നമുക്ക് സൂപ്പർ സൈൻ 4 എന്നൊരു ട്രാൻസ്ഫോർമേഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് ഡ്രാഗൺ ബോൾ ക്ലാസിക്കും ഡ്രാഗൺ ബോൾ സിയും ഒക്കെ എടുത്തു നോക്കിയാൽ അതിനിടയിൽ തന്നെ ഒരുപാട് നോൺ കാനോൺ ആയിട്ടുള്ള മൂവീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവസാനം കാണാവുന്നതാണ്. പക്ഷെ അതിൽ എല്ലാ മൂവീസും അത്ര നല്ല അടിപൊളിയായിട്ടുള്ളതൊന്നുമല്ല. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏകദേശം ഡ്രാഗൺ ബോൾ എന്ന സീരീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഗോക്കു എന്ന അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.